വിശദമായ വാർത്തകൾ നോക്കാം. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി തൃശൂർ കാരിക്കടവ്. ലക്ഷങ്ങൾ മുടക്കി കോളനിക്ക് ചുറ്റും വനംവകുപ്പ് സ്ഥാപിച്ച സോളാർ വേലി തകരാറിലായതോടുകൂടി ആനശല്യം വർദ്ധിച്ചു. കാട്ടാനശല്യം മൂലം പൊറുതിമുട്ടുകയാണ് മറ്റത്തൂർ പഞ്ചായത്തിലെ കാരിക്കടവ് കോളനിയിലെ ആദിവാസി കുടുംബങ്ങൾ. കാരിക്കടവ് വടത്തിൽ മൂപ്ലി പുഴയോരത്താണ് മലയർ വിഭാഗത്തിൽപ്പെട്ട 14 കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയുള്ളത്. പുഴ കടന്നെത്തുന്ന കാട്ടാനകൾ കോളനിയിലെ കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുകയാണെന്ന് ഊരുമൂപ്പൻ ചന്ദ്രൻ പറയുന്നു. കാരിക്കടവ് കോളനിയിലെ മൂപ്പനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോറസ്റ്റുകാർ ഫെൻസിങ് ചെയ്ത വീലിക്കമ്പിലാണ് ഞാൻ നിൽക്കണേ. ഇത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ആന നശിപ്പിച്ചിട്ടുള്ളതാണ്. നാളെ ഇതുവരെയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എടുത്ത് നന്നാക്കാൻ ഞങ്ങൾ വകുപ്പില്ല. ഇന്നലെ രാത്രിയും ആന ശല്യം ഉണ്ടായിരുന്നു. ഇവിടെ കാട്ടാന ശല്യം രൂക്ഷമാണ് ഈ കോളനിയിൽ. ഇപ്പോൾ കാട്ടാന ശല്യത്തിൽ നിന്ന് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന ആദിവാസി കുടുംബങ്ങളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് അടുത്തിടെ കോളനിക്ക് ചുറ്റുമുണ്ടായിരുന്ന സോളാർ വേലി വനംവകുപ്പ് അധികൃതർ പുനർനിർമ്മിച്ചത്. എന്നാൽ കാട്ടാനകൾ സോളാർ വേലിയുടെ കാലുകൾ ചവിട്ടുമറിച്ചതോടെ കമ്പികൾ പൊട്ടുകയും സോളാർ സംവിധാനം തകരാറിലാവുകയും ചെയ്തു. ഈ തേക്കിങ്ങാട്ടിൽ കൂടെയാണ് ആന കോളനിക്ക് കടന്നു വരുന്നത്. കോളനിക്ക് കടന്നു കഴിഞ്ഞാൽ തെങ്ങ്, റബ്ബർ, അടക്കാമരം എല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് പിന്നെ വളപ്പിൽ കൂടെ തന്നെ പിന്നെ അവരുടെ സഞ്ചാരം. അപ്പൊ ഇതിന് ഒരു തീരുമാനം ഉണ്ടാവണം. വേലിയിലേക്ക് വൈദ്യുതി പ്രവഹിപ്പിക്കാനാകാത്തതിനാൽ ഇപ്പോൾ സോളാർ വേലി നോക്കുകുത്തിയായി മാറി. കേടുപാടുകൾ തീർത്ത് സോളാർ വേലി കാര്യക്ഷമമാക്കണമെന്ന് ആദിവാസികൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഫണ്ടില്ലെന്ന് പറഞ്ഞ് അധികൃതർ അവഗണിക്കുന്നതായാണ് പരാതി. ന്യൂസ് 18 മട്ടത്തൂർ. വയനാട് തോൽപ്പെട്ടിയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ലക്ഷ്മണൻ എന്നയാളാണ് മരിച്ചത്. കാട്ടാൻ ആക്രമിച്ചെന്നാണ് സൂചന. തോൽപ്പെട്ടി നരിക്കലിൽ കാപ്പിത്തോട്ടത്തിലാണ് സംഭവം. തോട്ടത്തിന്റെ കാവൽക്കാരനായിരുന്നു ലക്ഷ്മണൻ. 2 ദിവസമായി അദ്ദേഹത്തെ കാണാനില്ലായിരുന്നു. ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. കോൺഗ്രസ് സംഘം കാലുമാറിയതോടെ പാലക്കാട് കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണം UDFന് നഷ്ടമായി. നിലവിലെ പ്രസിഡന്റ് UDFിലെ അബ്ദുൾ അസീസിനെതിരെ CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിലാണ് 4ാം വാർഡ് മെമ്പറായ കോൺഗ്രസിലെ ഷഫീഖ് പിന്തുണച്ചത്. ഇതോടെ അവിശ്വാസം പാസായി. ഏക BJP അംഗം വിട്ടുനിന്നു. LDF ഭരിച്ചിരുന്ന പഞ്ചായത്ത് 21 മാസം മുൻപ് അവിശ്വാസത്തിലൂടെയാണ് UDF പിടിച്ചെടുത്തത്. ഏക BJP അംഗത്തിന്റെ പിന്തുണയോടുകൂടിയായിരുന്നു അന്ന് UDF അവിശ്വാസം പാസായത്. ഭരണസ്തംഭനവും കെടുകാര്യസ്ഥതയും ആരോപിച്ചാണ് അവിശ്വാസം കൊണ്ടുവന്നത്. അതേസമയം കാലുമാറിയ കോൺഗ്രസ് അംഗം ഷഫീഖിനെതിരെ പ്രതിഷേധവുമായി UDF രംഗത്തെത്തി. കൊല്ലം ശക്തികുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആന വിരണ്ടോടി. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. രാജശേഖരൻ എന്ന ആനയാണ് വിരണ്ടോടിയത്. 1/2 കിലോമീറ്റർ ഓടിയ ആന വീടിന്റെ ചുറ്റുമതിലിടിച്ച് തകർത്തു. ആന പുറത്തുനിന്നും തള്ളി നിലത്തിട്ട പാപ്പാൻ ഓടി മാറിയതിനാൽ രക്ഷപ്പെട്ടു. കാവാനാട് മേറം ബൈപ്പാസിലൂടെ വിരണ്ടോടിയ ആനയെ മണിക്കൂറുകൾക്ക് ശേഷമാണ് തളച്ചത്. കാസർകോട് 59കാരനിൽ നിന്ന് പണം തട്ടിയ ഹണി ട്രാപ്പ് സംഘം പിടിയിൽ. ദമ്പതികൾ ഉൾപ്പെടെ 7 പേരെ മേൽപ്പറമ്പ് പോലീസ് പിടികൂടി. കാസർകോട് ഷിരിബാഗിൽ സ്വദേശി N സിദ്ദിഖ്, മാങ്ങാട് സ്വദേശി ദിൽഷാദ്, മുട്ടത്തൊടി സ്വദേശി നഫീസ് മിശ്രിയ, അബ്ദുള്ള കുഞ്ഞി, പടന്നക്കാട് സ്വദേശി റഫീഖ് എന്നിവരെയാണ് മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മംഗളൂരുവിൽ എത്തിച്ച് നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടിയത്. മാങ്ങാട് സ്വദേശിയിൽ നിന്ന് 5 ലക്ഷം രൂപ സംഘം തട്ടിയെടുത്തിരുന്നു. കൂടുതൽ പണം ആവശ്യപ്പെട്ടപ്പോഴാണ് ഇയാൾ പരാതി നൽകിയത്. തിരുവനന്തപുരം മാക്കുളം ബൈപ്പാസിൽ സർവീസ് റോഡ് ഇടിഞ്ഞു താണു. പുലർച്ചെ പെയ്ത മഴയിലാണ് കുളത്തൂർ ഭാഗത്തെ സർവീസ് റോഡ് ഇടിഞ്ഞത്. ഇൻഫോസിസിന് എതിർവശത്തുള്ള 150 മീറ്ററോളം റോഡ് തകർന്നതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു. 15 അടിയോളം ഉയരമുള്ള ഓടയുടെ കോൺക്രീറ്റ് ഭിത്തിയും തകർന്നു. 2 മാസം മുൻപ് ഈ ഭാഗത്തെ റോഡിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നു. 2 മാസത്തിന് മുമ്പാണ് ഈ വിള്ളലുണ്ടായത്. ഈ വിള്ളൽ ഞങ്ങളെ പോലീസുകാരെയൊക്കെ വിളിച്ചറിയിച്ചപ്പോൾ അവർ വന്ന് നോക്കി. 2 മാസം ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഈ വിള്ളൽ പരിശോധിച്ചിട്ട് ഇന്നലെ രാത്രിത്തെ മഴയിലാണ് ഇത് സംഭവിച്ചത്. രാവിലെ ആയപ്പോഴാണ് ഇടിഞ്ഞു താഴ്ന്നത്. 10-12 അടി താഴ്ചയിലാണ് ഓട കിടക്കുന്നത്.
കോഴിക്കോട് കൊടുവള്ളിയിൽ സ്കൂട്ടർ ഇടിച്ച് പരിക്കേറ്റ കാൽനടയാത്രക്കാരൻ മരിച്ചു. വാവാട് ഇരുമോത്ത പാൽക്കുടിയിൽ ഖാസിമാണ് മരിച്ചത്. ദേശീയപാതയിൽ വാവാട് ഇരുമോത്ത പള്ളിക്ക് മുന്നിൽ തിങ്കളാഴ്ച രാത്രിയായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ഖാസിമിനെ സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു മരിച്ചത്. താമരശ്ശേരിയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് പരിക്കേറ്റ യുവാവ് മരിച്ചു. കോരങ്ങാട് സ്വദേശി സുരേഷാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. സംസ്ഥാന പാതയിൽ കോരങ്ങാട് അങ്ങാടിക്ക് സമീപം തിങ്കളാഴ്ചയായിരുന്നു അപകടം. കോഴിക്കോട് മുക്കത്ത് കെട്ടിടത്തിൽ നിന്നും കാൽ വഴുതി വീണ് തിയേറ്റർ ഉടമ മരിച്ചു. മുക്കം അഭിലാഷ് തിയേറ്റർ ഉടമ അഭിലാഷ് കുഞ്ഞേട്ടനാണ് മരിച്ചത്. 73 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. സുഹൃത്തിന്റെ കെട്ടിടം സന്ദർശിക്കുന്നതിനിടെ 1-ാം നിലയിൽ നിന്ന് കാൽ വഴുതി വീഴുകയായിരുന്നു. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ജനുവരി അവസാനിക്കുമ്പോഴേക്കും മൂടൽമഞ്ഞിൽ കുളിച്ചു നിൽക്കുകയാണ് മൂന്നാർ. കഴിഞ്ഞ ദിവസം ഗുണ്ടുമല, ദേവികുളം എന്നിവിടങ്ങളിൽ തണുപ്പ് 0 ഡിഗ്രിയിൽ താഴെയെത്തി. മൂന്നാറിൽ അതിശൈത്യമാണ്. സാധാരണ ഡിസംബർ ആദ്യവാരത്തോടെ മൂന്നാറും പരിസരവും മഞ്ഞുകൊണ്ട് മൂടും. പുലർച്ചെ മുതൽ രാവിലെ 8 മണിവരെ ഇതാവും മൂന്നാറിന്റെ അവസ്ഥ. ഇത്തവണ ജനുവരി അവസാനിക്കുമ്പോൾ കടുത്ത തണുപ്പിന്റെ പിടിയിലാണ് മൂന്നാർ. കഴിഞ്ഞ ദിവസം ഗുണ്ടുമല, ദേവികുളം മേഖലയിൽ തണുപ്പ് 0 ഡിഗ്രിയിൽ താഴെയെത്തി. ഇതോടെ പുൽമേടുകളും തേയിലത്തോട്ടങ്ങളും നിറയെ മഞ്ഞുതുള്ളികൾ മൂടിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ തണുപ്പ് -, ഡിഗ്രിയിലെത്തുമെന്നാണ് കണക്കാക്കുന്നത്. മൂന്നാറിൽ സഞ്ചാരികളുടെ നല്ല തിരക്കുണ്ട്. തണുപ്പ് ആസ്വദിക്കാൻ കൂടുതൽ സഞ്ചാരികൾ മൂന്നാറിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 മൂന്നാർ. വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ ഇരവികുളം ദേശീയോദ്യാനം അടയ്ക്കുന്നു. വരയാടുകളുടെ പ്രജനന കാലമായതിനാൽ 2 മാസത്തേക്കാണ് പാർക്ക് അടച്ചിടുന്നത്. ഈ കാലയളവിൽ വിനോദസഞ്ചാരികൾക്ക് പാർക്കിലേക്ക് കയറാൻ അനുവാദമുണ്ടാവില്ല. വരയാടിൻ കുഞ്ഞുങ്ങളെ പാർക്കിൽ കണ്ടെത്തിയതോടെയാണ് ജനുവരി 31 മുതൽ ഇരവികുളം ദേശീയോദ്യാനം 2 മാസത്തേക്ക് അടച്ചിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടത്. കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം വരയാടുകളുടെ പ്രജനനം സുഗമമായി നടത്തുന്നതിനാണ് പാർക്ക് അടച്ചിടുന്നത്. ഈ കാലയളവിൽ വിനോദസഞ്ചാരികൾക്ക് പാർക്കിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. ഏപ്രിൽ പകുതിയോടെ പുതിയ അതിഥികളുമായി പാർക്ക് വീണ്ടും തുറക്കും. ചെങ്കുത്തായ മലകളുടെ അടിവാരങ്ങളിലും പാറയിടുക്കുകളിലുമാണ് വരയാടുകളുടെ പ്രജനനം നടക്കുക. മറ്റു വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും കുഞ്ഞുങ്ങളെ രക്ഷിക്കാനാണ് വരയാടുകൾ പ്രജനനകാലത്ത് ഇത്തരം മേഖലകൾ കണ്ടെത്തുന്നത്. കഴിഞ്ഞ വർഷം 125 വരയാടിൻ കുഞ്ഞുങ്ങളാണ് പിറന്നത്. നിലവിൽ ഇരവികുളം ദേശീയോദ്യാനത്തിൽ 803 വരയാടുകളാണ് ഉള്ളത്. ന്യൂസ് 18 ഇരവികുളം. ഉത്രാളിക്കാവ് പൂരത്തിന് മുന്നോടിയായി നടത്തുന്ന 48ാമത് ദേശപാന ആചാരപൂർവ്വം നടന്നു. കാലിടൽ ചടങ്ങ്, പന്തലിലേക്ക് എഴുന്നള്ളിക്കൽ എന്നിവ ഭക്തിനിർഭരമായി. കുമരനെല്ലൂർ ടീമിന്റെ കൈകൊട്ടിക്കളിയും അരങ്ങേറി. ദിനേശ് വെള്ളിത്തുരുത്തിയുടെ നേതൃത്വത്തിൽ തായമ്പക, കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ് എന്നിവയും നടന്നു. പാനയുടെ മുഖ്യ ചടങ്ങുകൾക്ക് ബി ശ്രീധരൻ, കൃഷ്ണൻകുട്ടി, തങ്കപ്പൻ നായർ, ഭാസ്കരൻ മഠത്തിലാത്ത് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കോഴിക്കോട് മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ OP സമയം കഴിയുന്നതിന് മുൻപ് പരിശോധന നിർത്തിയതിൽ രോഗികൾ പ്രതിഷേധിച്ചു. ഇന്നലെയായിരുന്നു സംഭവം. വൈകിട്ട് 5:30 വരെയുള്ള OP 4:30 നിർത്തിയതാണ് പ്രതിഷേധത്തിന് കാരണം. മുക്കം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രജിത പ്രദീപ് ഇടപെട്ട് പരിശോധന തുടരാൻ നിർദ്ദേശിക്കുകയായിരുന്നു. പല അപകടഘട്ടങ്ങളിലും CPR നൽകി ജീവൻ രക്ഷിച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് വീണ കാക്കയ്ക്ക് CPR നൽകി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് കോഴിക്കോട് കാരശ്ശേരിയിലുള്ളവർ. കാരശ്ശേരി സ്വദേശി KC മുനീഷാണ് കഴിഞ്ഞ ദിവസം വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് വീണ കാക്കയ്ക്ക് CPR നൽകി ജീവൻ രക്ഷപ്പെടുത്തിയത്. നടത്തിയിരിക്കുന്നത് അവർക്ക് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു വൈസ് ചാൻസലറുടെ റീഅപ്പോയിന്റ്മെന്റ് നടത്തിയെന്ന് സുപ്രീം കോടതി വിധി വന്നിട്ട് നിങ്ങൾ രാജിവെപ്പിച്ചില്ല അവരെ. അപ്പോൾ ഒരുമിച്ചായിരുന്നു നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും
മറ്റേ സംഘപരിവാറുകാരനെ അവിടെ അപ്പോയിന്റ് ചെയ്ത് കൊടുക്കുക, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മധുരപലഹാരം കൊടുക്കുക. നിങ്ങളാണ് ഒരുമിച്ചിരുന്നുകൊണ്ട് ചെയ്തത്. ഞങ്ങൾ അന്നും ഗവർണർ ചെയ്ത തെറ്റായ നടപടികളെ എല്ലാ കാലത്തും ചോദ്യം ചെയ്തിട്ടുണ്ട്. സാർ, ഇവിടെ ഈ നയപ്രഖ്യാപന പ്രസംഗം, ഞാൻ 23 വർഷമായി സഭയിലിരിക്കുന്നു. ഇതുപോലെ ഒരു കണ്ടന്റ് ഇല്ലാത്ത ഒരു നയപ്രഖ്യാപന പ്രസംഗം മാറി മാറി വന്ന സർക്കാരുകളിലൂടെ ഭരിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു നയപ്രഖ്യാപന പ്രസംഗം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ, ഒരു ഹോംവർക്കും ഇല്ലാതെ നിങ്ങൾ ചെയ്തിരിക്കുന്നതാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നിങ്ങൾ ഒരു ടീമിനെ നിയോഗിച്ച് ചെയ്യണ്ടേ? നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെങ്കിലും ഇതിനകത്ത് പറയണ്ടേ? ഒരു കണ്ടന്റും ഇല്ലാത്ത ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ്. വായിച്ച നമുക്ക് തന്നെ വിഷമം തോന്നുന്നു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പോളിസിയെക്കുറിച്ചാണോ ഒരു ഗവൺമെൻറ് ഇത് പറയുന്നതെന്ന്? ചെയ്തില്ലെങ്കിൽ പറയണ്ടേ നിങ്ങളുടെ പോളിസി എന്താണെന്ന് കൃത്യമായിട്ട്? അത്രയും ഷാബിയായിട്ടാണ് നിങ്ങൾ ഈ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കിയത്. നിങ്ങളാരും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോഴും നവകേരള സദസ്സിനെ കുറിച്ച് ഇതിൻ്റെ അകത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ അഭിമാനം കൊള്ളുകയാണ്. നിങ്ങളൊരു കാര്യം ആലോചിച്ചു, ഇത് ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്? 44 ദിവസക്കാലം മുഖ്യമന്ത്രിയും മന്ത്രിമാരും തലസ്ഥാനത്തില്ല, ഭരണസിരാ കേന്ദ്രത്തിലില്ല. ഇവിടെ ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും ഉണ്ടായിരുന്നോ? അവർക്ക് അവരുടെ പാട്ടിന് പോയി, പല സ്ഥലത്ത് പോയി. എല്ലാവരും ടൂറും കുടുംബമായിട്ട് എല്ലാവരും പോയി, അവരൊക്കെ പല സ്ഥലത്ത് പോയി. ഇവിടെ ഉണ്ടായിട്ടെന്താ കാര്യം? നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചോ? ആ ധനകാര്യമന്ത്രി പോലും ഏറ്റവും വലിയ ധനപ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ആ ധനകാര്യ മന്ത്രി പോലും, സാധാരണ ധനകാര്യമന്ത്രിമാർ 5 ദിവസവും തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്യും ഒരാഴ്ചയിൽ. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്, ഡേ ടു ഡേ കാര്യങ്ങൾ. ആ ധനകാര്യമന്ത്രി പോലും ഇല്ലാതെ ഇവിടെ അനാഥമാക്കി ഭരണത്തെ പൂർണ്ണമായി സ്തംഭിപ്പിച്ചില്ലേ നിങ്ങൾ അത്രയും ദിവസം? എന്താണ് എന്നിട്ട് നിങ്ങൾ ഇപ്പൊ വിചാരണ സദസ്സിനെ കുറിച്ച് പറയാ? ഞങ്ങൾ ആരെയൊന്നും പേടിപ്പിച്ചിട്ടൊന്നും കൊണ്ടുവന്നില്ല. ഞങ്ങൾ വിളിച്ചപ്പോൾ ആളുകൾ വന്നു. മനസ്സിലായില്ലേ? നിങ്ങളെങ്ങനെയാണ് ആളുകളെ കൊണ്ടുവന്നത്? നിങ്ങൾ സർക്കാരിന്റെ പരിപാടിയാണെന്ന് പറയുക, അവിടെ പോയി രാഷ്ട്രീയം പറയുക. അവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് എന്നെയാണ് മുഖ്യമന്ത്രി. ഏത് സ്ഥലത്ത് പറഞ്ഞു എൻ്റെ മാനസിക നില തകരാറിലാണെന്ന് പറഞ്ഞു. അത് സർക്കാരിന്റെ പരിപാടിയിലാണോ? സർക്കാരിന്റെ ചെലവിൽ പോയിട്ടാണോ പ്രതിപക്ഷത്തെ വിമർശിക്കുന്നത്? ആണോ? ശരിയാണോ? എന്നിട്ട് സർക്കാരിന്റെ പരിപാടിയാന്ന് പറയാം. കുടുംബശ്രീക്കാർ നിർബന്ധം, അംഗൻവാടി ടീച്ചർമാർ നിർബന്ധം, തൊഴിലുറപ്പ് പദ്ധതിക്കാർ നിർബന്ധം, ആശാ വർക്കർ നിർബന്ധം, സാക്ഷരതാ പ്രേരക നിർബന്ധം, പിന്നെ പക്വതയുള്ള പിള്ളേര് എല്ലാവരെയും നിർബന്ധമായി. എന്നിട്ട് ആളെ കൂട്ടി ഭയപ്പെടുത്തി, പാവങ്ങളെയൊക്കെ ഭയപ്പെടുത്തി. ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ സദസ്സിൽ വന്ന ഒരു 70% പേര് ഞങ്ങൾക്കായിരിക്കും വോട്ട് ചെയ്യുന്ന ഈ തെരഞ്ഞെടുപ്പ്. സംശയം എന്താ? ആർക്കെങ്കിലും സംശയമുണ്ടോ? അതൊന്നും അങ്ങനെ ആളെ കൂട്ടിയിട്ട് ഇത് കണ്ടോ ഈ ആളെ എന്ന് പറഞ്ഞ് ഞങ്ങളോട് പറയാണ്. നിങ്ങൾക്ക് അല്ലാതെ തന്നെ CPM പോലത്തെ ഒരു പാർട്ടി വിചാരിച്ചാൽ ഒരു നിയോജക മണ്ഡലത്തിൽ ആളെ കൂട്ടാൻ പറ്റില്ലേ? ഞങ്ങളങ്ങനെ ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയില്ല. ഞങ്ങളെ പരിഹരിച്ച പോലെ ഞങ്ങൾ പരിഹരിച്ചു. CPM പോലത്തെ ഒരു പാർട്ടി വിചാരിച്ചാൽ ഒരു നിയോജക മണ്ഡലത്തിൽ ആളെ കൂട്ടാം. നിങ്ങൾ അങ്ങനെയല്ല ആളെ കൂട്ടിയത്. നിങ്ങൾ ആളുകളെ വിരട്ടിയിട്ടാണ് അവിടെ കൊണ്ടുവന്നത്. ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ചെന്നിട്ട് എന്തായിരുന്നു എല്ലാവരും പിരിവും. എൻ്റെ നിയോജക മണ്ഡലത്തിൽ വന്ന് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥന്മാർ കടകൾ കയറിയിട്ട് പറഞ്ഞു എല്ലാ ദീപാലങ്കാരം നടത്തണമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുമ്പോൾ ലേബർ ഇൻസ്പെക്ടറുടെ ജോലിയാണത്. കടയിട്ട് കയറി ആള് പോയി പറഞ്ഞാൽ ചെയ്യും, പാവങ്ങൾ പേടിച്ചിട്ടില്ലേ? അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഞാൻ എന്നെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയണ്ട. നിങ്ങളൊരു 6 മാസം മുമ്പ് എല്ലാ മന്ത്രിമാരും താലൂക്കിൽ പോയി അദാലത്ത് നടത്തിയല്ലോ, ഇല്ലേ? ലക്ഷക്കണക്കിന് പരാതികൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ. എവിടെയാണ് നിങ്ങളത് ചാക്കി കെട്ടി വെച്ചിരിക്കുന്നത്? ആ പരാതികൾ എവിടെയാണ് ചാക്കി കെട്ടി വെച്ചിരിക്കുന്നത്? തുറന്നു നോക്കിയിട്ടില്ലല്ലോ. എന്നിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് പരാതി എൻ്റെ അടുത്ത്, ഞാൻ പേരാമ്പ്രയിൽ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, സാറേ 25 പ്രാവശ്യമായി ഞാൻ ഈ കടയുടെ കെട്ടിടത്തിൻ്റെ നമ്പർ ഒന്നിട്ട് കിട്ടാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ കാണുന്നു. 25 പ്രാവശ്യം പോയിട്ട് നടന്നില്ല. അപ്പോഴാണ് നവകേരള സദസ്സ് വരുന്നത്. ഞാൻ കൊണ്ടുപോയി പരാതി കൊടുത്തു. ഒറ്റ ആഴ്ചക്കുള്ളിലാണ് മറുപടി. എന്താണെന്നറിയാമോ? പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടാൽ മതി. ഞാൻ എടരിക്കോട് പോയപ്പോൾ സ്പിന്നിങ് മില്ല് പൂട്ടിക്കിടക്കും, അറിയാം, മജീദ് സാഹിബിന് അറിയാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ പരാതി കൊടുത്തില്ലേ? ഞങ്ങൾ നവകേരള സദസ്സിൽ പോയി പരാതി കൊടുത്തു. CATUവിൻ്റെ സെക്രട്ടറി അടക്കമുള്ള ആൾ നിൽക്കുക. എന്നിട്ട് എന്താ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അയച്ചേക്കുക? നിങ്ങൾ 25 കോടി അവിടെ കൊടുത്താലേ എടരിക്കോട് മില്ല് തുറന്ന് പ്രവർത്തിക്കുള്ളൂ. അതിന് നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അയച്ചേക്കുക കൊടുത്ത പരാതി. പഞ്ചായത്ത് സെക്രട്ടറി അതുമായിട്ട് വന്ന് നിൽക്കുകയാണ്. നിങ്ങൾ എന്താണ് നടത്തിയത്? പിന്നെ മുഖ്യമന്ത്രി കല്യാശ്ശേരിയിൽ ഞങ്ങൾ കാസർഗോഡ് നിങ്ങളെ കരിങ്കൊടി കാണിച്ചോ? ഇല്ലല്ലോ.
ഞങ്ങളങ്ങനെ കരിങ്കൊടി കാണിക്കാനൊന്നും ഒരു പ്ലാനും ഞങ്ങൾക്കില്ല. നിങ്ങൾ പോയിക്കോട്ടെ. നിങ്ങൾ എന്താ ചെയ്തത്? എന്തുകൊണ്ടാണ് കല്യാശ്ശേരി കരിങ്കൊടി കാണിച്ചത്? ഒരു പ്രകോപനവും ഇല്ലാതെ നിങ്ങൾ വെളുപ്പാങ്കാലത്ത് ആളുകളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. കരുതൽ തടങ്കൽ. നിങ്ങളൊരു ജില്ലയിലേക്ക് വന്നെങ്കിൽ ഞങ്ങളുടെ ആളുകളെ കരുതൽ തടങ്കൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം. എന്തിനാ? ഒരു പ്രകോപനം ഇല്ലാതെ രാത്രി ഇതെന്ന് തുടങ്ങി കേരളത്തിൽ ഇത് കരുതൽ തടങ്കൽ? നിങ്ങളിതൊക്കെ കരി നിയമമാണെന്ന് പറഞ്ഞ ആളുകളല്ലേ? നിങ്ങളിത് കരി നിയമമാണെന്ന് പറഞ്ഞ ആളുകളല്ലേ നിങ്ങൾ ഒരു കാലത്ത്? എന്നിട്ട് ആ കരുതൽ തടങ്കൽ നിയമം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉപയോഗിക്കുന്നു രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ. രാത്രി വീട്ടിൽ കിടന്നുറങ്ങാൻ വയ്യ, വെളുപ്പാങ്കാലത്ത് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടു പോവാണ് കരുതൽ തടങ്കൽ. അതിൽ പ്രതിഷേധിക്കാൻ കരിങ്കൊടി കാണിച്ചവരെ ചെടിച്ചട്ടി വെച്ചും ഹെൽമറ്റ് വെച്ചും ഇരുമ്പുവടി വെച്ചും ക്രൂരമായും മർദ്ദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചത് മുഖ്യമന്ത്രി പറയും കരിങ്കൊടി കാണിക്കാനുള്ളതൊക്കെ ജനാധിപത്യത്തിലെ പ്രതിഷേധമാണ്, അത് അവർ ചെയ്യട്ടെ, അവരെ ഉപദ്രവിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയുമെന്ന് കരുതി. പോലീസ് കേസെടുത്തു വധശ്രമത്തിന്. അങ്ങയുടെ കീഴിലുള്ള പോലീസ് ചെടിച്ചട്ടി വെച്ചും ഹെൽമറ്റ് വെച്ചും ഇരുമ്പുവടി വെച്ചുകൊണ്ടും വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വധശ്രമത്തിന് കേസെടുത്ത മാറ്ററിൽ അങ്ങ് പറഞ്ഞെന്താ? ജീവൻ രക്ഷാപ്രവർത്തനമാണ്, മാതൃകാ പ്രവർത്തനമാണ്, ഇനിയും തുടരുമെന്നാണ് പറഞ്ഞത്. അങ്ങ് ഈ ഭരണഘടനാപരമായ സ്ഥാനത്തിരുന്നു കൊണ്ട് അങ്ങനെ ഒരു വാക്ക് പറയാമായിരുന്നോ? അങ്ങ് എത്ര ചെറുതായി പോയി. അങ്ങ് ഒരു വലിയ വളരെ ഒരു ചെറിയ മനസ്സുള്ള ഒരാളായി ചുരുങ്ങിപ്പോയില്ലേ? ഈ കുട്ടികളെ ഇതുപോലെ തല്ലുന്നത് കണ്ടിട്ട് പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ട് അത് മാതൃകയാണ്, ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, ഇനിയും അത് തുടരണം എന്ന് പറഞ്ഞപ്പോഴല്ലേ കേരളം മുഴുവൻ ഈ അതിക്രമം നടന്നത്? പിന്നെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കാൻ ഉദ്യോഗസ്ഥന്മാർ എന്തെല്ലാമാണ് നടന്നത്? കണ്ണൂരിൽ ഒരു പെൺകുട്ടിയുടെ കൈതല്ലി ഒടിച്ചു. തിരുവനന്തപുരത്ത് മൂക്കിന്റെ പാലടിച്ചൊടിച്ചു ഒരു പെൺകുട്ടിയുടെ. വേറൊരു പെൺകുട്ടിയെ നിലത്തിട്ട് മുടിയിൽ പോലീസുകാർ ബൂട്ടിട്ട് ചവിട്ടി നിന്നു. എത്ര ക്രൂരമായി! ഇപ്പോഴും കിടക്കുകയാണ് അനന്തപുരി ആശുപത്രിയിൽ. അനങ്ങാൻ വയ്യാതൊരു പെൺകുട്ടി മാറി നിന്നാണ് സമരത്തിൽ ചെന്ന് പുറയിൽ അടിച്ച് സെർവിക്കൽ തകരാറുണ്ടാക്കി. മാറി നിന്നൊരു കുട്ടിയെ പോയിട്ടാണ് പുരുഷ പോലീസുകാർ. എന്തൊരു ക്രൂരതയാണ് നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളോട് കാണിച്ചത്! കേരളം മുഴുവൻ നൂറുകണക്കിന് പേരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു, നൂറുകണക്കിന് പേർ ആശുപത്രികളിലായി, നിരവധി ആളുകൾ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഫ്ലോറിഡയിൽ ഒരു കറുത്ത വർഗക്കാരനോട് ചെയ്തതുപോലെ കഴുത്ത് ചേർത്ത് പിടിച്ച് അവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കി. നിങ്ങളുടെ ഗൺമാൻ, നിങ്ങളുടെ ഇടതും വലതും ഭാഗത്ത് കിടക്കുന്നവർ ക്രൂരമായി ഞങ്ങളുടെ കുട്ടികളെ തല്ലി. നിങ്ങളുടെ വാഹനം കടന്നുപോയതിനു ശേഷം ആരധികാരം കൊടുത്തു? ആരാണ് അധികാരം കൊടുത്തത്? എന്നിട്ട് ഞങ്ങൾ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്തു. കോടതി FIR ഇടാൻ പറഞ്ഞിട്ട് അവർക്ക് സമയമില്ല. നിങ്ങളുടെ കൂടെ നടക്കുന്നവർ ഈ നാട്ടിലെ നിയമം അനുസരിക്കുന്നില്ല. നിങ്ങളുടെ ഇടതും വലതും നടക്കുന്ന ഈ ഗൺമാന്മാർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പോകുന്നില്ല. പിന്നെ ഈ നാട്ടിൽ ആര് പോവും? പോലീസ് സ്റ്റേഷനിൽ ആര് പോവും? ആര് നിയമം അനുസരിക്കും? ആര് നിയമം അനുസരിക്കും? ഒരു കോടതി പറഞ്ഞിട്ട് പോലീസ് രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞിട്ട് സമയമില്ല. നിങ്ങളുടെ ഇടതും വലതും നടക്കുന്നവർ നിയമം അനുസരിക്കുന്നില്ല. ന്യായം വേണ്ട ഈ നാട്ടിൽ? അന്യായമാണോ ചെയ്യുന്നത്? എന്തിനും കൂട്ടു നിൽക്കാണോ? എന്തിനും കൂട്ടു നിൽക്കുന്ന പരിപാടിയാണ്. എന്നിട്ടാണ് ഞങ്ങളോട് സഹകരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ പിള്ളേരെ മുഴുവൻ അടിച്ച് ആശുപത്രിയിലാക്കി, ജയിലിലാക്കി, കരുതൽ തടങ്കലിൽ അറസ്റ്റ് ചെയ്ത്. ഇവിടെ എന്താ സ്റ്റാലിന്റെ റഷ്യയാണ് ഇത്? നിങ്ങൾ എന്താ കരുതിയത്? സ്റ്റാലിന്റെ റഷ്യയാണിത്. ഇത് ജനാധിപത്യ കേരളമാണ്. ഓർത്തു വെച്ചോ, ജനാധിപത്യ കേരളം. ഓർത്തു വെച്ചോ, ഓർത്തു വെച്ചോ, ഒരു സംശയവും വേണ്ട. ഇത് സ്റ്റാലിന്റെ റഷ്യ അല്ല. അവിടെയൊക്കെ നടന്നു കാണും പ്രതിപക്ഷത്തെ അടിച്ചമർത്താൻ, ജനാധിപത്യത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടന്നു കാണും. അതൊന്നും ഇവിടെ നോക്കില്ല. ഇവിടെ കാർഷിക മേഖല മുഴുവൻ തകർന്നു. ഇപ്പോ റബ്ബറിന്റെ കാര്യം പറഞ്ഞു, നെല്ല് സംഭരിച്ചതിന്റെ പണം കൊടുക്കുന്നില്ല. നാളികേര സംഭരണം, തമിഴ്നാട് 75,000 ടൺ നാളികേര സംഭരിച്ചു. കേരളം സംഭരിച്ചത് 800 ടൺ. അവർക്ക് 50,000 കേന്ദ്ര അനുമതി കൊടുത്ത് 50,000 സംഭരിച്ച് രണ്ടാമത് 34,000 ടണ്ണിന് അവർ അനുമതി വാങ്ങിച്ചു. ഇവിടെ സംഭരിച്ചത് 800 ടൺ. 50,000 അവസരം കിട്ടിയിട്ട് നാളികേരം എല്ലാം അടയ്ക്ക, സ്പൈസസ്, കാർഷിക മേഖല അതിൻ്റെ എക്കാലത്തെയും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ സമീപനം? എന്താ നിങ്ങളുടെ സമീപനം? നിങ്ങൾ അത് അഡ്രസ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? കാർഷിക മേഖലയിൽ ഇപ്പൊ പറഞ്ഞല്ലോ, ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഗൗരവത്തോടു കൂടി പറഞ്ഞപ്പോൾ ചാർജുള്ള മന്ത്രി ലജ്ജിക്കണമെന്ന്, ലജ്ജിക്കണം, MLA ലജ്ജിക്കണം. തിരിഞ്ഞു നോക്കിയിട്ടില്ല വയനാട്ടിലേക്ക് ചാർജുള്ള ആള്. തിരിഞ്ഞ് 5 കടുവയാണ് ഇറങ്ങിയിരിക്കുന്നത് ഈ IC ബാലകൃഷ്ണന്റെ മണ്ഡലത്തിൽ. 5 എണ്ണം, 5 കടുവ. ആ വീട്ടിൽ പോയില്ല. ചാർജുള്ള മന്ത്രി, വനം മന്ത്രി കൂടിയാണ്.
ജില്ലയുടെ ചാർജുള്ള ആൾ കൂടി. ആർക്ക് ഉത്തരവാദിത്വം? ആരെവിടെ പോകുന്നത്? സാമ്പത്തിക രംഗത്തെക്കുറിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല, ഇന്നലെ പറഞ്ഞല്ലോ, ഇനി അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖല, 9 യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല, ഇൻചാർജ് ഭരണമാണ്. ഇപ്പം 2-3 കൂടി പോകുന്നതാണ് ഉടനെ. 66 ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ലായിരുന്നു. കുറേ നാള്, ഒരുപാട് നാള്. വ്യാജ ഡിഗ്രി കേസുകൾ വ്യാപകമായി പെരുകുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പുതിയ ആർച്ച് ബിഷപ്പ് എറണാകുളത്തെ റാഫേൽ തട്ടിലിന് സ്വീകരണം കൊടുക്കാൻ ഇവിടെ ഒരു യോഗം നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ച ചങ്ങനാശ്ശേരി പിതാവ് പറഞ്ഞു, പെരുന്തോട്ടം പിതാവ് പറഞ്ഞു, ബ്രെയിൻ നടക്കുന്നു, ആളുകൾ പോകുന്നു, ഞങ്ങൾ വലിയ ഉത്കണ്ഠയിലാണ്, സർക്കാർ കൂടി ശ്രദ്ധിക്കണം. മുഖ്യമന്ത്രി അസ്വസ്ഥനായി. മുഖ്യമന്ത്രി അങ്ങനെയൊന്നൊരു പ്രശ്നമില്ലെന്ന് പറയും. അതൊക്കെ കുട്ടികൾ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വിദ്യാഭ്യാസം നടത്താൻ പോകുന്ന ഒരു പുതിയ കാലത്താണെന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു. ഇത്ര ലാഘവത്വത്തോടു കൂടിയാണോ ഗൗരവതരമായൊരു വിഷയത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി കാണുന്നത്? മന്ത്രിയും പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം, ഞാൻ കേട്ടു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞു ഇതൊരു താൽക്കാലികമായ പ്രതിഭാസമാണ് എന്ന് അങ്ങ് പറഞ്ഞു. അല്ല, ഞാനൊന്ന് ഒക്കെ നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്, അതിനൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എന്ന കേരള യൂണിവേഴ്സിറ്റിക്ക് നാക്കിൻ്റെ അക്രഡിറ്റേഷൻ ഉണ്ട്, അതുകൊണ്ട് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഗംഭീരമാണ്, ഒരു കുഴപ്പമില്ല. ആണോ? എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ പോകുന്നത്? ഇത് സാമ്പത്തികമായും സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? ഇതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്യണ്ടേ? കുട്ടികളിങ്ങനെ പോകുമ്പോൾ നമുക്ക് പേടിയാവുകയാണ്. കുട്ടികൾ പോവാണ്, ധാരാളമായി പോവാം. നിങ്ങൾ മറ്റ് സ്റ്റേറ്റിൽ UP-യിൽ പോകണ്ട, അവിടെ പോകണ്ട. നമ്മുടെ നാട്ടിൽ പെട്ടെന്നൊരു ട്രെൻഡ് വരികയാണ്. 35-40, ഞാൻ എൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ, നിങ്ങളിരിക്കുമ്പോൾ 35-40 ലക്ഷം രൂപയ്ക്ക് വീട് പ്ലഡ്ജ് ചെയ്ത് ആ പൈസയായിട്ട് അങ്ങ് പോവാണ്. അവിടെ തിരിച്ചു വരുമോ? അവരവിടെ നിന്ന് റെമിറ്റൻസ് അയക്കുമോ? ജോലി കിട്ടിയ സാധാരണ യൂറോപ്പിൽ പോയാൽ റെമിറ്റൻസ് വരാറില്ല. ഗൾഫിൽ പോയ പോലെയല്ല, ഗൾഫിൽ നിന്ന് റെമിറ്റൻസ് വരും, യൂറോപ്പിൽ പോയാൽ റെമിറ്റൻസ് വരില്ല. നമ്മുടെ ഇക്കോണമി എങ്ങനെ ബാധിക്കും? ഇവിടെ നിന്ന് ഇത്രയും കോടി രൂപ അങ്ങോട്ട് സൈഫൺ ചെയ്ത് പോവുകയാണ്. എന്തുകൊണ്ട് കുട്ടികൾ പോകുന്നു? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ആലോചിക്കണ്ടേ? ചർച്ച ചെയ്യണ്ടേ? അതെല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞ് പോകുന്ന രീതിയാണ്. ആരോഗ്യരംഗത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു, മരുന്നില്ല. ആകെ സംസ്ഥാനത്ത് ഒരാൾ മാത്രം മരുന്നുണ്ടെന്ന് പറയുള്ളൂ, ആരോഗ്യമന്ത്രി മാത്രം. മരുന്നില്ല. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കാശ് കൊടുക്കാനുണ്ട്, സപ്ലൈക്കോ കോടികൾ കൊടുക്കാനുണ്ട്. കേരളത്തിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇടപെടുന്ന നമ്മുടെ അഭിമാനമായ സ്ഥാപനമല്ലേ സപ്ലൈക്കോ. ഒരു സാധനം അവിടെ സപ്ലൈ ചെയ്യുന്നില്ല, ആരും ടെൻഡറിൽ ആരും പങ്കെടുക്കുന്നില്ല. എത്ര കോടി രൂപയാണ് അവർക്ക് കൊടുക്കാനുള്ളത്? ആ സ്ഥാപനം ഈ KSRTC പോലെ ആ സ്ഥാപനം ആക്കുമോ നിങ്ങൾ? പരിതാപകരമായ സ്ഥിതിയിലേക്ക് പോവാണ്. വൈദ്യുതി ബോർഡ് ഞങ്ങളുടെ ഗവൺമെന്റ് ഇറങ്ങുമ്പോൾ ലാഭത്തിലാക്കിയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ. 20 പൈസ കുറച്ചു കൊടുത്തു യൂണിറ്റിന്. അതുവരെ ഉണ്ടായിരുന്ന കടത്തിന്റെ തോത് കുറച്ചു. 1957 മുതൽ 2016 വരെ വൈദ്യുതി ബോർഡിന്റെ കടം 1083 കോടിയായിരുന്നു. ഈ 7 കൊല്ലം കൊണ്ട് കടം എത്രയായി? 40,000 കോടിയായി. ഇല്ലേ? 40,000 കോടി 7 കൊല്ലം കൊണ്ട്. മന്ത്രി പറഞ്ഞു എല്ലാ വർഷവും വൈദ്യുതി ചാർജ് കൂട്ടേണ്ടി വരും. എല്ലാ വർഷവും എല്ലാ മാസവും കൂട്ടിയാലും വൈദ്യുതി ബോർഡ് നിൽക്കില്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓൾമോസ്റ്റ് പൂട്ടലിന്റെ വക്കിലാണ്. കൂട്ടി. എത്ര ക്ഷേമനിധി ബോർഡിനെ ഈ വർഷം ഇത് ബാധിക്കാൻ പോകുന്നു? എത്ര സ്ഥാപനങ്ങളാണ്? എന്തൊരു തകർച്ചയാണ് ഓരോ സ്ഥാപനങ്ങളിലും വിവിധ വകുപ്പുകളിലുള്ളത്. എല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. മത്സ്യത്തൊഴിലാളി മേഖല, ഇവിടെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, തീവ്രവാദികളായ ആളുകൾ വിഴിഞ്ഞം തുറമുഖത്തെ തകർക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾ അവിടെ പോയെന്ന്. അവരവിടെ സമരം ചെയ്തത് ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് പുനരധിവാസത്തിന് വേണ്ടിയിട്ടായിരുന്നു. പുനരധിവാസം. അവരെ നിങ്ങൾ തീവ്രവാദികളായി ചിത്രീകരിക്കുന്നു. അവർ പാവങ്ങളാണ്. കുറച്ച് സമയം കൂടി. അവർ പാവങ്ങളായിരുന്നു. അവരെ നിങ്ങൾ തീവ്രവാദികളായി ചിത്രീകരിക്കുന്നത്. ഞങ്ങൾ അവിടെ പോയി പുനരധിവാസത്തിന് വേണ്ടി കാറ്റെടുത്തു പോയ, കടലെടുത്തു പോയ, തീരശോഷണം കൊണ്ട് സിമന്റ് ഗോഡൌണിലാക്കപ്പെട്ട പാവങ്ങൾക്ക് പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ്. അവരെയൊന്നും തീവ്രവാദികളാക്കി നിങ്ങൾ ചെയ്തത്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഗൗരവതരമായ പ്രശ്നങ്ങളുണ്ട്. മണ്ണെണ്ണയുടെ വില, അതുപോലെ മത്സ്യത്തിൻ്റെ ലഭ്യത കുറവ്, തീരപ്രദേശങ്ങളിൽ വറുതിയും പട്ടിണിയുമാണ്. നിരവധി പ്രശ്നങ്ങളുണ്ട്. നിങ്ങളിതൊന്നും കാണാതെ പോകരുത് എന്നാണ്. പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഇടയിൽ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, നിരവധി പ്രശ്നങ്ങൾ. എല്ലാ സ്ഥലത്തും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, ഒരു അരക്ഷിതത്വമുണ്ട്. അതാണ് ഈ ഭരണത്തിൻ്റെ മുഴുവൻ കാര്യം.
നിങ്ങളുടെ ചുറ്റും നിന്ന് നിങ്ങൾ മുഖ്യമന്ത്രിയോട് നിങ്ങൾ സൂര്യനാണ്, ചന്ദ്രനാണ്, ദൈവത്തിന്റെ വരദാനമാണ്, കഴുകനാണ്, മരമാണ്, കുന്തമാണ്, കുടച്ചക്രമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് ഇതാണ് യാഥാർത്ഥ്യം എന്ന് വിസ്മരിക്കരുത്. അത് എല്ലാ കാലത്തും എല്ലാ രാജകൊട്ടാരങ്ങളിലും വിദൂഷകന്മാർ തകർത്താടിയിട്ടുണ്ട്. എല്ലാ കാലത്തും വിദൂഷകന്മാരുണ്ടായിട്ടുണ്ട്, എല്ലാ രാജകൊട്ടാരങ്ങളിലും. അപ്പൊ രാജകൊട്ടാരങ്ങളിലെ വിദൂഷകന്മാരെ തിരിച്ചറിയാനുള്ള കഴിവാണ് ഭരണാധികാരികൾക്ക് വേണ്ടത് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. സർ, എനിക്കൊരു സമയം ഇവിടെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചു, എഴുതി തന്നിട്ട് ഇവിടെ കേട്ടു. അതായത് കേരയിൽ വന്നിരുന്നെങ്കിൽ, കേരളയിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിലെ IT രംഗം ഭയങ്കരമായിട്ട് കുതിച്ചു വരുമായിരുന്നു. അതോടുകൂടി ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും IT ബിസിനസ് മുഴുവൻ തകർന്ന് തരിപ്പണമായി പോകുമായിരുന്നു. കേരളത്തിൽ നിന്ന് ഒരാളെ പോലും അവർക്ക് ജോലിക്ക് കിട്ടൂലായിരുന്നു. 25 ലക്ഷം പേര് കേരളത്തിൽ തന്നെ ജോലി ചെയ്താണ്. ഇതെല്ലാം മനസ്സിലാക്കിയ IT കമ്പനിക്കാർ ഇങ്ങനെ പ്ലാൻ ചെയ്തു. ഇത് അപകടമാണല്ലോ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 2045, 50 പറഞ്ഞ് 50 ആകുമ്പോഴേക്കും നമ്മുടെ കമ്പനിയൊക്കെ പൂട്ടിപ്പോവുമല്ലോ. അങ്ങനെ അവർ പ്രതിപക്ഷ നേതാവിനെ പിടിച്ചു. പ്രതിപക്ഷ നേതാവിന് 150 കോടി രൂപ കൊടുത്തു. അത് ഫ്രീസ് ചെയ്ത ഒരു മത്സ്യ ലോറിയിൽ ചാവക്കാട് എത്തിച്ചു. അവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോയി. പിന്നെ വീണ്ടും തിരിച്ച് ബാംഗ്ലൂരിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ അത് ഏത് വഴിക്കാണ് പോയെന്ന് പറഞ്ഞില്ല. വീണ്ടും തിരിച്ച് ചാവക്കാട് കൊണ്ടുവന്നിട്ട് ആംബുലൻസിൽ കൊണ്ടുവന്ന സാധനം വീണ്ടും ഞാൻ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് ഞാൻ മാസം 3 പ്രാവശ്യം ബാംഗ്ലൂരിൽ പോകുന്നുണ്ട്. ഇപ്പോൾ PC ജോർജ് BJPയിൽ ചേരുകയാണ്. തത്സമയം आज केरला जनपक्षम सेक्युलर जो राजनीतिक पार्टी है, श्री PC जॉर्ज के नेतृत्व में, जो पिछले 7 बार केरल के विधानसभा में विधायक रहे हैं, उनके नेतृत्व में जो केरला जनपक्षम केरल में काम कर रहे थे, वो भारतीय जनता पार्टी में ज्वाइन कर रहे। मैं पार्टी के नेतृत्व के तरफ से, पार्टी अध्यक्ष के तरफ से मैं उनको, उनके बाकी सहयोगियों को मैं स्वागत करता हूँ. Along with him we have Shri Sean George, who is a member of the district panchayat. District panchayat has a electoral strength of almost 80,000 voters. That's the strength of the electoral panchayat 1 division in Kerala. So Mr. Sean George is a member of the elected member of the Kottayam district panchayat. And also we have Advocate George Joseph, Secretary of the Kerala Janapaksham. Sri PC George is as Anil Antony explained, he is a person who he has an experience both in the political activities as well as in his parliamentary experience as a member of the Legislative Assembly of Kerala. He has joining BJP, his party is merging BJP. This shows that even in Kerala, which is considered to be a difficult terrain for BJP. PC ജോർജും മകൻ ഷോൺ ജോർജും BJPയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി V മുരളീധരന്റെ സാന്നിധ്യത്തിലായിരുന്നു BJPയിലേക്ക് അദ്ദേഹം എത്തിയത്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.